നീ അറിഞ്ഞായിരുന്ന? അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ലെന്ന്? പിന്നെ കാര്യം പറയാതെ അറിഞ്ഞോന്ന് ചോദിച്ചാ പിന്നെ ഞാൻ എന്താ പറയുന്നത്? അത് പറയട്ടെ. എന്നാ പറ. നമ്മുടെ ബാദുഷയില്ലേ, ബാദുഷ നമ്മുടെ വിദ്യാദീപം സ്കൂള് വാങ്ങിച്ചു. ആ പൂട്ടിക്കിടന്ന സ്കൂളോ? അയാൾക്ക് എന്തിനാ സ്കൂള്? ബുദ്ധിയുള്ള ബിസിനസ്സുകാരന്മാര് അങ്ങനെയാണ്. ആർക്കും വേണ്ടാതെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതൊക്കെ വാങ്ങിച്ചിടും. എന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും കത്തി ഫീസും ഡൊണേഷനും മേടിച്ചിട്ട് പിള്ളേരെ പഠിപ്പിക്കും. അയ്യോ, ബാദുഷ അങ്ങനെയും ചെയ്യൂല. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഫീസൊക്കെ അയാൾ മേടിക്കും. ആണോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ 3 പിള്ളേരെ അവിടെ വിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാലോ? കൊള്ളാലേ? സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഫീസ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമെന്നല്ല പറഞ്ഞത്. അതിന് നിങ്ങൾ സാധാരണക്കാരനല്ലല്ലോ. ബാദുഷയുടെ 5ാം ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബാദുഷ എൻ്റെ 3 പിള്ളേർ, ഞാൻ എൻ്റെ 3 പിള്ളേരെ അങ്ങോട്ട് താങ്ങി പിടിച്ചോണ്ട് ചെല്ലാം. എന്നിട്ട് എൻ്റെ ബാദുഷ എൻ്റെ 3 പിള്ളേരെ ഒന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരുമെന്ന്, ഓസിന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടുന്ന് ഓസിന് എല്ലാവരും കൂടെ, അച്ഛനും അളിയനും നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഓസിന് കള്ളു കുടിച്ചപ്പോ ഈ നാണക്കടൊന്നും ഇല്ലായിരുന്നോ? അച്ഛനും അളി, ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു, സന്തോഷത്തിന്റെ പുറത്ത് കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കുടിച്ചു പോയതാണ്. അച്ഛനും അളിയനും പോയത് ഓസിന്. സന്തോഷത്തിന്റെ പുറത്ത് കള്ളു കുടിക്കാങ്കിലേ സന്തോഷത്തിന്റെ പുറത്ത് പിള്ളേരെ പഠിപ്പിക്കാം. അവിടെ 10ാം ക്ലാസ് വരെയാണോ +2 വരെയാണോ? +2. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് അവരെ 3 പേരെയും +2 വരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ ഇവർ ആരെങ്കിലും പാസ്സായി കഴിഞ്ഞാൽ ബാക്കി ചെലവ് നോക്കിയാൽ മതിയല്ലോ. എന്തോരം പൈസ ലാഭിക്കാം. ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്ന് വരണേ? ചുമ്മാ അല്ലെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും തലയിൽ കയറിയല്ല. കാര്യം പറയണ്ട, ഇങ്ങനെയാണോ കാര്യം പറയണേ? ഒരാള് അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളൊക്കെ തുടങ്ങുന്ന പറയുമ്പോഴത്തേക്ക് അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഈ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമുള്ള പ്രയോജനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പ്രയോജനമല്ല, പിന്നെ കുടുംബത്തിന് പ്രയോജനം. അങ്ങനെ ഇതില് വേണ്ട കേട്ടോ. അങ്ങനെ എന്തൊരു മനുഷ്യനാണോ എന്തോ. അതെ, എനിക്കൊരു ഡൗട്ട്. നിന്റെ ഊള ഡൗട്ടൊക്കെ ഇവിടെ ആർക്കും താല്പര്യമില്ല. എന്താ താല്പര്യം ഇല്ലാത്തത്? എന്താ ഇവിടെ വെറുതെ വായും വിളിച്ചോണ്ടിരിക്കുവല്ലേ? ഞാനിവിടെ വെറുതെ ഒത്തിരിക്കല്ല, ഞാൻ ഇവിടുന്ന് ചായ കുടിക്കുക. അയ്യോ, ചുമ്മാതിരിക്കടാ. അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിക്കും. അതായത് മൂന്നാറില് ഏതോ ഒരു തോട്ടത്തിൽ വളരുന്ന തേയില, അതില് തേയിലയുടെ ഇല നമ്മൾ പറിച്ചിട്ട് ഏതോ ഒരു പറമ്പിൽ കൊണ്ടുപോയിട്ട് ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നു. അത് പിന്നെ എവിടെയോ ഇരിക്കുന്ന ഒരു പശുവിന്റെ പാല് എടുക്കുന്നു, ഏതോ കടയിലെ പഞ്ചസാര എടുക്കുന്നു, അതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് ചായ ആവുന്നു. ആരായിരിക്കും ഇത് കണ്ടുപിടിച്ചേ? ഭയങ്കരം തന്നെ കേട്ടോ, ഭയങ്കരം. ഇത് മറ്റേ മീൻകറി ഉണ്ടാക്കാൻ കണക്കല്ലേ, ഏതോ കടലിൽ കിടക്കുന്ന മീൻ, ഏതോ തെങ്ങിന്റെ മണ്ടയിരിക്കുന്ന തേങ്ങ വെട്ടിക്കറി മീനകത്തിരുന്നു. നിന്നോട് ഇപ്പൊ ചോദിച്ചോ? ഇനി മേലാൽ ഇവിടെ ഒരാൾ സംശയം ചോദിച്ചു. അതെ, നമ്മുടെ മുത്തമ്മന്റെ പഴയ ഫ്രണ്ടില്ലേ ബാദുഷ, മറ്റേ അച്ഛനായിരുന്നു കുടിക്കുന്നത്. അച്ഛനാരാ? അത് നിർത്ത്, പറയുന്ന കേക്ക. അവന് വിദ്യാദീപം എന്ന് പറഞ്ഞ സ്കൂള് മേടിച്ചെന്ന്. പുള്ളി രണ്ടും കൽപ്പിച്ചാണോ? ഇങ്ങാർക്ക് വല്ല ഹോട്ടൽ കാണാൻ തുടങ്ങി എന്ത് എളുപ്പമായിരുന്നില്ലേ? വല്ലപ്പോഴും പോയി കുഴിമതി ഇങ്ങനെ അടിച്ചും കുടിത്തി. പിന്നെ ഹോട്ടല് അങ്ങനെ വല്ല ബ്യൂട്ടി പാർലറോ തുണിക്കടയോ തുടങ്ങിയിരുന്ന എനിക്ക് ഇടയ്ക്ക് പോയി ഒന്ന് ഒരുങ്ങായിരുന്നു. അയ്യടാ, അച്ഛന്റെ മക്കള് തന്നെ. അവിടെ എന്റെ മക്കളെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടാ കാര്യങ്ങളെ കാണുന്നത് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞു കൊടച്ചാ അങ്ങോട്ട്. ഈ പ്രാക്ടിക്കൽ ആയിട്ട് അയച്ചപ്പോ എനിക്ക് വേറൊരു ഐഡിയ. എന്താ? ആ ബാദുഷയോട് പറഞ്ഞ് സുമേഷിനോട് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താലോ? അച്ഛാ എന്തോന്ന് അച്ഛാ, എനിക്ക് ജോലിക്കാൻ താല്പര്യം അച്ഛൻ അറിയാലോ അച്ഛാ. അത് മാത്രല്ല, സ്കൂളിൽ ഇവൻ ആര് ജോലി കൊടുക്കാനാ? ഇവന് വല്ല ബസ്സിലെ കിളിയായിട്ട്, അതായിരിക്കും കറക്റ്റ്. ഒന്ന് ബോഡി, അവന് പിയോണ്ട് ജോലി കിട്ടത്തില്ലേ? ചുമ്മാ ഇരിക്കേ, ഞാൻ പറഞ്ഞേക്ക്. നമ്മുടെ ബാദുഷയുടെ സ്കൂളല്ലേ, ഇവന്റെ യോഗ്യത അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലി അയാളെ അവിടെ കൊടുക്കാതിരിക്കില്ല. ഇനി മേല ഞാൻ ഇവിടെ ജോലിക്ക് പോകുന്ന കാര്യമല്ല ഇവിടെ ആരെങ്കിലും പറഞ്ഞാല ഞാൻ ഇരിക്കുന്ന ചായ ഉണ്ടല്ലോ നിന്റെ മൂത്രത്ത് ഒഴിക്കും കേട്ടോ. ആര് പറഞ്ഞാലും എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇവിടെ എല്ലാവർക്കും അറിയാലേ. അതിലൂടെ കിടന്ന് എന്റെ ജോലിക്കോ സുമേഷ് എന്ന് ആരും പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ? എന്തോ യോഗ്യത ഉണ്ട്, നിനക്ക് എന്തോ യോഗ്യത ഉണ്ട് ജോലിക്ക് പോകാൻ താല്പര്യം എന്ന് പറയാം. ചായ എടുത്ത് മൂത്ത കൊച്ചാലും കേട്ടോ, യോഗ്യത ഇല്ലല്ലോ. 10ാം ക്ലാസ് തോറ്റ അവക്കും വല്ല അറിയാമോ? ജോലിക്കാൻ താല്പര്യമില്ല, തിന്നാൻ നേരത്തെ ഞാൻ എത്തിക്കോളൂ അവൻ. അത് പിന്നെ എല്ലാരും വീട്ടിൽ അങ്ങനല്ലേ, തിന്നാൻ നേരത്തല്ലേ എത്തുന്നത്. നീയാണ് ഇത്രയും എല്ലാം കുഴപ്പിക്കുന്നത്.
ജിൽ ജിൽ കാതിൽ ജിൽ 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 കന്നത്തിൽ മുത്തമിട്ടാൽ നീ കന്നത്തിൽ മുത്തമിട്ടാൽ. നീയേ ഈ വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം വീണ്ടും വൃത്തിയാക്കാനും നോക്കണ്ട. നേരത്തെ പറഞ്ഞത് നടക്കൂല. എന്ത് നടക്കൂലെന്ന്? ആ എന്നാ നടക്കട്ടെ. അതെ, പെട്ടെന്ന് അങ്ങനെ ചെന്ന് പറയൊന്നും വേണ്ട. എന്ത്? അല്ല, ബാദുഷയുടെ സ്കൂളിൽ പിള്ളേരെ ചേർക്കുന്ന കാര്യമേ അങ്ങനെ പെട്ടെന്ന് ചെന്ന് പറയൊന്നും വേണ്ട. ആദ്യം ഒരാളെയും കൊണ്ട് ചെല്ലണം. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ പറയണം. നിങ്ങൾ ഒരാളുടെ ശമ്പളത്തിൽ നിന്നാണ് ഈ വീട്ടിൽ എല്ലാവരുടെയും ചെലവ് നടക്കുന്നത്, ചിട്ടി പാട്ട മരുന്നും ഒക്കെ അതിലാണ് പോകുന്നത് എന്നൊക്കെ അങ്ങ് പറയണം. എന്നിട്ട് ഒരാളെ ചേർക്കുന്ന കാര്യം സൂചിപ്പിക്കണം. എന്നിട്ട് ചേർക്കണം. പിന്നെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആളെയും കൊണ്ട് ചെല്ലണം. അങ്ങനെ ചെയ്താൽ മതി. കൊള്ളാം അല്ലേ? അതെ, അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താ പോരെ പിള്ളേരെ? അല്ല, ഗവൺമെന്റ് സ്കൂളിൽ അവർക്ക് ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നതെന്നൊരു തോന്നലാ. അപ്പം നല്ലോണം പിള്ളേരെ ശ്രദ്ധിക്കൂല. അപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. ഗവൺമെന്റ് സ്കൂളിലെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് പിള്ളേരെ പഠിപ്പിക്കണേ. ഇത് ഈ പഠിപ്പിക്കുന്നതിന്റെ മാത്രമല്ല. അല്ല, ഞാനും പഠിച്ചത് അവിടെയാണ്. ഞാനും അവിടെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും പ്രൈവറ്റ് സ്കൂളിലല്ലേ പിള്ളേരെ പഠിപ്പിക്കുന്നത്. നമ്മൾ മാത്രം എങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കും? അതാണ്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. നന്നായിരിക്കട്ടെ. എന്നാ പിള്ളേരുടെ കാര്യം വിട. എനിക്ക് അവിടെ ഒരു ജോലി ശരിയാക്കിയതാ. നടക്കണം. അതാകുമ്പോ ഓസനല്ലല്ലോ. ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം തന്നാ പോരെ. നിനക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് ഓസ് തന്നെ. പിന്നെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത എന്തോരം ആൾക്കാർ ഇവിടെ മന്ത്രിമാർ വരെ ആവുന്നു. പിന്നെ നീ ഉദ്ദേശിക്കുന്ന ജോലി എന്താണ്? ഡ്രോയിങ് ടീച്ചർ. അയ്യോ, ഇവിടെ ഒരു ഉടുപ്പ് വരച്ചപ്പോ തന്നെ വവ്വാലിനെ പോലെ ഇരിക്കണമെന്നല്ല എല്ലാരും പറഞ്ഞേ. പക്ഷെ ഞാൻ സുമേഷിനെ വരച്ചപ്പോ കറക്റ്റ് അല്ലായിരുന്നോ? അതെന്ത് വരച്ച് തെറ്റിയിരുന്നാലും അവനെ പോലെ ഇരിക്കുള്ളൂ. നീ നിന്റെ പണി നോക്ക്. പോ ചെല്ല്. അഴിമതി അണിച്ചിട്ട് ഡ്രോയിങ് ടീച്ചർ ആവാൻ വേണ്ടി നടക്കണ. പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതൊന്നും ശരിയാവില്ല. നീ പോയാണ്. അല്പം ഞാൻ ഈ ആനയെ കൊല്ലുമെന്നാണ്. ആളിനെ കൊല്ലുന്നല്ലേ? ആനയെ കൊല്ലുന്ന ഒരാൾക്കാണ് ആളെ കൊല്ലാനായിട്ട് പാട്. അത് നീ ആലോചിക്കാന്നും വേണ്ട. എനിക്ക് തെറ്റിപ്പോയതാണ്. എന്ത് ഉത്തണ്ണത് ഇത്? നോക്ക് നോക്ക്, ഞാൻ നിങ്ങളുടെ ഒരേ ഒരു ഭാര്യയല്ലേ. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. നിങ്ങൾ ബാദുഷയോടൊന്ന് സൂചിപ്പിക്കാം. അയാൾ പറ്റൂലെന്ന് പറഞ്ഞാൽ പിന്നെ പോട്ടെ, വിട്ടേരെ. പക്ഷെ പറയാലോ. ഞാൻ ആലോചിക്കട്ടെ. മതി, ആലോചിച്ചാ മതി. ചക്കര ഉത്തോണ്ട് മതി. കന്നത്തിൽ മുത്തമിട്ടാൽ കന്നത്തിൽ മുത്തമിട്ടാൽ പോ ചെല്ല് ചെല്ല്. താങ്ക്സ്. ഓക്കെ.